UAPA കേസിൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയ്ക്ക് ആശ്വാസം. അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി അസാധുവാക്കി. ഉടൻ ജാമ്യത്തിൽ വിട്ടയക്കാനും നിർദ്ദേശം നൽകി. ന്യൂസ് ക്ലിക്കിലേക്ക് ചൈനീസ് ഫണ്ട് എത്തി എന്നായിരുന്നു ഡൽഹി പോലീസിന്റെ FIR. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ബൽറാം, സുപ്രീം കോടതിയുടെ ഇടപെടൽ ന്യൂസ് ക്ലിക്ക് എഡിറ്റർ പ്രബീർ പുരകായസ്ഥയ്ക്ക് സംബന്ധിച്ച് ആശ്വാസമാണ്. ഈ കേസിലെ ഏതെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റും റിമാൻഡും സുപ്രീം കോടതി അസാധുവാക്കിയിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, UAPA കേസിൽ ഡൽഹി പോലീസിന്റെ അറസ്റ്റും റിമാൻഡും ചോദ്യം ചെയ്തുകൊണ്ട് പ്രബീർ പുരകായസ്ഥ സമർപ്പിച്ച ഹർജിയിലാണ് അദ്ദേഹത്തിന് അനുകൂലമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അറസ്റ്റിന്റെ കാരണം പുരകായസ്ഥയെ അറിയിച്ചിട്ടില്ല എന്നത് അറസ്റ്റിനെ ദുർബലമാക്കുന്നുവെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. റിമാൻഡ് ഓർഡർ അസാധുവാണെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തുടർന്നാണ് പുരകായസ്ഥയുടെ അറസ്റ്റും റിമാൻഡും അസാധുവാണെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടത്. അദ്ദേഹത്തെ ഉടൻ തന്നെ വിട്ടയക്കാനുള്ള നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനാൽ പുരകായസ്ഥയെ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ഡൽഹി പോലീസിനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി തന്നെയാണ് ഈ നടപടി. ഈ വിദേശ ഫണ്ട് ചട്ടവിരുദ്ധമായി സ്വീകരിച്ചു എന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ഡൽഹി പോലീസ് ചുമത്തിയിരുന്നത്. തുടർന്ന് ഏത് കാരണത്തിലാണ് അറസ്റ്റ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കാതെ അപ്രതീക്ഷിതമായി പുലർച്ചെ ന്യൂസ് ക്ലിക്ക് ജീവനക്കാരുടെ പുരകായസ്ഥയുടേതടക്കമുള്ള ന്യൂസ് ക്ലിക്ക് ജീവനക്കാരുടെ വസതിയിലും ഓഫീസിലും റെയ്ഡ് നടത്തിയായിരുന്നു ഡൽഹി പോലീസിന്റെ ഈ നടപടി എന്നുള്ളത്. ഇതിനെതിരെ കടുത്ത വിമർശനങ്ങൾ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉയർന്നിരുന്നെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി എന്നായിരുന്നു പോലീസിന്റെ നിലപാട്. എന്നാൽ സുപ്രീം കോടതി ഈ നടപടികൾ, അദ്ദേഹത്തിന്റെ അറസ്റ്റും റിമാൻഡും അസാധുവാക്കിയിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ BR ഗവായ്, സന്ദീപ് മേത്ത എന്നിവരുടെ അടങ്ങുന്ന ബെഞ്ചാണ് പുരകായസ്ഥയെ ഉടൻ തന്നെ ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന ഉത്തരവിട്ടത്. ഗോപികൃഷ്ണൻ. ശരി, ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ നൽകിയത്.